പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരം മൃതദേഹം സംസ്കരിച്ച തങ്ങൾക്കെതിരെ കേസ് കൊടുത്ത കാഞ്ഞങ്ങാട് നഗരസഭയ്ക്കെതിരെ നന്മമരം കൂട്ടായ്മ രംഗത്ത്. നഗരസഭയുടെ നടപടിയിൽ അങ്ങേയറ്റത്തെ വിയോജിപ്പും പ്രതിഷേധവും ഇവർ രേഖപ്പെടുത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. തെരുവിൽ അനാഥമാക്കപ്പെട്ട രോഗികളും വിധവകളും നിരാലംബരുമായ ഒരുപാട് മനുഷ്യരുടെ വേദനകൾക്ക് ആശ്വാസമേകി വരുന്ന ഒരു സൗഹൃദ കൂട്ടായ്മയാണ് നന്മമരം ചാരിറ്റബിൾ സൊസൈറ്റി കാഞ്ഞങ്ങാട് എന്ന മുഖവരയോടെയാണ് സാരഥികൾ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. ഭരണകൂടവുമായും പോലീസ് ഡിപ്പാർട്ട്മെന്റുമായും ഫയർഫോഴ്സുമായും ചേർന്ന് നിരവധിയായ സാമൂഹ്യ കാരുണ്യ പ്രവർത്തനങ്ങൾ തങ്ങൾ നടത്തിവരുന്നുണ്ട്. കൊറോണക്കാലം മുതൽ ഇന്നുവരെയും ഒരു ദിവസം പോലും മുടങ്ങാതെ കാഞ്ഞങ്ങാട്ടെ തെരുവിലുള്ളവർക്ക് ഉച്ചഭക്ഷണം നൽകുകയും വിശേഷാവസരങ്ങളിൽ സദ്യയും പുത്തനെടുപ്പുകളും സമ്മാനിച്ചും മറ്റും ശാരീരികമായും സാമ്പത്തികമായും കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരുപാട് സന്നദ്ധ സേവനങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് നന്മമരം കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളെന്നും അതിന്റെ സുതാര്യതയെയും നിഷ്പക്ഷതയെയും ലക്ഷ്യബോധത്തെക്കുറിച്ചുമെല്ലാം നല്ല ബോധ്യമുള്ളവരാണ് കാഞ്ഞങ്ങാട് നഗരത്തിൽ ഇപ്പോൾ ഭരണത്തിലുള്ള അധികാരികളും അതുപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന ഭരണാധികാരികളും. പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളത്തിൽ വീണ് മരിച്ച 3 ദിവസത്തിലധികം പഴക്കമുള്ള ചീഞ്ഞെളിഞ്ഞൊരു മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട സഹായത്തിന് നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ നിന്നും നന്മമരം പ്രവർത്തകരെ വിളിച്ചപ്പോൾ ഇതിന്റെ ഭാഗമായി സ്വീകരിക്കേണ്ടുന്ന നിയമ നടപടികളെക്കുറിച്ചെല്ലാം തങ്ങൾ ചോദിച്ചിരുന്നു. അതൊക്കെ തങ്ങൾ ചെയ്തു കൊള്ളാമെന്നും സംസ്കരിക്കാനുള്ള സഹായം മാത്രം നിങ്ങൾ നൽകിയാൽ മതിയെന്നുമുള്ള പോലീസിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് തങ്ങൾ ഇതുമായി സഹകരിച്ചതെന്നും പ്രവർത്തകർ പറഞ്ഞു. പെർമിഷൻ വാങ്ങിയതിനു ശേഷം നിങ്ങൾ നമ്മളെ വിളിച്ചാൽ മതി, നമ്മൾ വന്നിട്ട് ചെയ്തുതരാം. അവർ മുനിസിപ്പാലിറ്റി ടീച്ചറെ വിളിച്ച് പോലീസുകാർ ടീച്ചറായി ബന്ധപ്പെട്ടു, ചെയർപേഴ്സണായിട്ട് ബന്ധപ്പെട്ട് ചെയർപേഴ്സൺ ഫോൺ എടുക്കാതെ ഇത് കാരണം ബിൽടെക്കിനെ വിളിക്കുന്നു. ബിൽടെക് പറഞ്ഞു നിങ്ങളോട് വെക്ക്, ഞാൻ ഓഫീസിൽ പറഞ്ഞോളാം എന്നുള്ള മറുപടിയാണ് പോലീസ് സ്റ്റേഷൻ നമുക്ക് കിട്ടിയത്. അത് പ്രകാരം നമ്മൾ അവിടെ പോകുന്നു. അവിടെ പോയി നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല, അതിൻ്റെ നടത്തിപ്പുകാരായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞത് അവിടെ കുറച്ച് കല്ലെല്ലുണ്ട്, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്, നമ്മൾ കറന്നു വയ്ക്കുമ്പോൾ വേണ്ട നമ്മൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ചെയ്തു. പിറ്റത്തെ പത്രത്തിലാണ് വരുന്നത് നമുക്കെതിരെ മുനിസിപ്പാലിറ്റി കേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കാഞ്ഞങ്ങാട് റെയിൽവേ ട്രാക്കിലുള്ള ബോഡി മറ്റ് ചീഞ്ഞളിയ ഏത് ബോഡി വിളിച്ചു ഏത് കാര്യത്തിനും പോലീസുകാർ വിളിച്ച് നമ്മൾ അവരായിട്ട് കൂടുതൽ സഹകരിക്കുന്ന ഒരു ടീമായതുകൊണ്ട് പോലീസുകാർ വിളിച്ചു, നമ്മൾ പോയി, അത്രേ ഉള്ളൂ. ഇതിൽ നമ്മൾ എന്തിന് നന്മമരം കാഞ്ഞങ്ങാടിനെ എന്തിനാണ് ഈ കേസിൽ ഉൾപ്പെടുത്തിയതെന്ന് നമുക്കറിയാത്തത്. കാഞ്ഞങ്ങാട്ടെ പൊതുശ്മശാനത്തിൽ വെച്ച് മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള ചിലവിലേക്കായി 3000 രൂപയും നീലേശ്വരം പോലീസ് നൽകിയിരുന്നു. ഈ തുക അപ്പോൾ തന്നെ ഡയാലിസിസ് രോഗിയായ ഒരാൾക്ക് ചികിത്സാ സഹായമായി കൈമാറിയിട്ടുണ്ടെന്നും ഈ പണം അവർ സ്വീകരിച്ചതിന്റെയും കൈമാറിയതിന്റെയും രേഖകളും തങ്ങളുടെ കയ്യിലുണ്ട്. റെയിൽവേ ട്രാക്കിലും റോഡ് അപകടങ്ങളിലും മറ്റുമായി ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ മൃതദേഹങ്ങളെടുത്ത് സംസ്കരിക്കുന്നതിൽ പോലീസിനെയും ഭരണകൂടത്തെയുമെല്ലാം സ്ഥിരമായി സഹായിച്ചു വരുന്ന സംഘടന കൂടിയാണ് നന്മമരം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നീലേശ്വരം പോലീസ് നന്മമരം പ്രവർത്തകരെ വിളിച്ചതും അതുകൊണ്ട് തന്നെയാണെന്നും ഇവർ പറഞ്ഞു. വസ്തുതകൾ ഇതെല്ലാമായിരിക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇടപെട്ട ഈ സേവന പ്രവർത്തനത്തിന്റെ പേരിൽ സംഘടനയെ അവഹേളിക്കുകയും കരിവാരിത്തേക്കുകയും ചെയ്യുന്ന രീതിയിൽ കാഞ്ഞങ്ങാട് നഗരസഭയുടെ ഭാഗത്തു നിന്നും നന്മമരത്തിനെതിരെ കേസ് കൊടുക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനയ്ക്കെതിരായുള്ള നഗരസഭയുടെ ഈ നടപടി സംഘടനയ്ക്കും പ്രവർത്തകർക്കും ഏറെ വേദനയുണ്ടാക്കിയിട്ടുണ്ട്. നീലേശ്വരം ജയിപ്പിക്കാനല്ലാതെ സംസ്കരിക്കാനുള്ള ഒരു സൗകര്യം നീലേശ്വരം മുനിസിപ്പാലിറ്റിക്കാർക്കില്ല. അതുകൊണ്ടാണ് അവർ കാഞ്ഞങ്ങാടായിട്ട് ബന്ധപ്പെടുന്നത്. ചീഞ്ഞളിയ ഒരു ബോഡീനെ 3 ദിവസം പഴക്കമുണ്ട്, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വെള്ളത്തിൽ വീണ ബോഡിയാണ്. നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വന്നിട്ട് ആ ഭാഗത്ത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ പോലീസുകാർ ആ ബോഡിനെ എന്ത് ചെയ്യും? അതൊരു ചോദ്യമൊക്കെ കിടക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട് പുറത്തുള്ള ബോഡി വെക്കാൻ പാടില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ചെയർപേഴ്സന്റെ ഭാഗത്തുനിന്ന് കണ്ടു പത്രത്തിൽ. ആ ബോഡി എന്ത് ചെയ്യണം എന്നുള്ളൊരു മറുപടി കൂടി ഭരണസമൂഹം നമുക്ക് തരേണ്ടതുണ്ട്. മൊത്തത്തിൽ അഴുകിയൊരു ബോഡിനെ ആര് സ്വീകരിക്കും? അത് നിങ്ങൾക്ക് അതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കി തരാൻ പറ്റുന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. പൊതുയിടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതും ഭരണകൂടത്തിനും പൊതുജനങ്ങൾക്കും ഹിതകരമായ രീതിയിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതും വലിയൊരു ഉത്തരവാദിത്വമായി തന്നെ കണ്ട് പ്രവർത്തിക്കുന്ന നന്മമരം സംഘടനയ്ക്കെതിരെ ഉണ്ടായിട്ടുള്ള ഈ നടപടിയിൽ ശക്തമായ പ്രതിഷേധവും വിയോജിപ്പും അറിയിക്കുകയാണെന്നും സംഘടനാ സാരഥികൾ കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.